അല്ലാഹു തആല സ്ഥാപിച്ചിട്ടുള്ള കൈ, അതിലെ ഓക്സിജനെയും കാർബണിനെയും ഹൈഡ്രജനെയും നൈട്രജനെയും കാൽസ്യത്തെയും ഫോസ്ഫറസിനെയും ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും മറ്റൊരാളെ കൈകൊണ്ട് ദ്രോഹിച്ചാൽ ആ ദ്രോഹിക്കുന്നതിൽ പങ്കാളിയായിട്ടുള്ള മുഴുവൻ ഈ സെല്ലുകളെയും നുഷൂറിന് വിധേയമാക്കും. എന്ന് വെച്ചാൽ ജനറേഷന് വിധേയമാക്കും. ആ അവസരത്തിൽ ആ പാർട്ടുകൾ അവിടെ വെച്ചുകൊണ്ട്, പരലോകത്ത് വെച്ചുകൊണ്ട് പുനർ സൃഷ്ടി പ്രാപിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങും. എന്താണ് സംസാരിക്കുക? ഖുർആനിലെ യാസീൻ സൂറത്തിൽ കാണാൻ കഴിയുന്നതാണ്. വതുകല്ലിമുനാ ഐദീഹിം വഅർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവന്റെ 20ാമത്തെ വയസ്സിൽ തല്ലാൻ ഉപയോഗിച്ചിരുന്ന കൈ തൽസമയത്ത് ആ അടിക്ക് രംഗത്തിറങ്ങിയ മുഴുവൻ പാർട്ടുകളും കൂടിയാ പറയുന്നത്. വതുകല്ലിമുനാ ഐദീഹിം, കരങ്ങൾ സംസാരിക്കുന്നു. ഇന്നാലിന്ന തീയതിക്ക്, ഇന്നാലിന്ന സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഇത്ര പേരെ തല്ലി, കോശങ്ങൾ പറയുകയാണ്, കൈ പറയുകയാണ്. വതശ്ഹദു അർജുലുഹും, അപ്പോൾ കാലാണെങ്കിൽ പറയും ഞാൻ അതിന് കാണിയാണ്. 2026 ജൂലൈ മാസം 10-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് ആ തല്ല് ഞാൻ കണ്ടിട്ടുണ്ട്. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇതാണ് നുഷൂർ. ഈ നുഷൂറിനെ സംബന്ധിച്ച് ഞാൻ സ്വയം ഉത്ബുദ്ധനാകുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. രാവിലെ കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുന്ന അവസരത്തിലെ വഇലൈഹിൻ നുഷൂർ മന്ത്രത്തിന്റെ ആവിഷ്കാര രീതി ഇതാവുന്നു. ഹയ്യാന, ഇപ്പോൾ ഒന്ന് ഹയാത്താക്കി തന്നു. എന്നാൽ വഇലൈഹിൻ നുഷൂർ, ഇതിനേക്കാൾ വലിയ ഒരു ഹയാത്താക്കൽ അവിടെ വരാനിരിക്കുന്നുണ്ട്. തൽസമയത്ത് എൻ്റെ ഈ സെല്ലുകൾ എന്നെക്കുറിച്ച് മോശമായത് പറയാതിരിക്കാൻ, എൻ്റെ കാലുകൾ മോശമായത് സാക്ഷ്യം പറയാതിരിക്കാൻ, ഞാൻ ഉണർന്നെഴുന്നേറ്റതിന് ശേഷം കിട്ടുന്ന എൻ്റെ 17 മണിക്കൂർ വരാനിരിക്കുന്ന ബോധമനസ്സുകളിൽ, ആ ബോധമനസ്സ് പ്രവർത്തിക്കുമ്പോൾ ഈ സെല്ലുകളെ കൊണ്ട് ഞാൻ വേണ്ടാത്തത് ചെയ്യില്ല എന്ന ഒരു പ്രതിജ്ഞ സ്വന്തം ശരീരത്തിനെ കൊണ്ട് സത്യവാചകം ചൊല്ലിപ്പിക്കലാണ് ബെഡിൽ നിന്നുകൊണ്ടുള്ള വഇലൈഹിൻ നുശൂർ എന്നുള്ളത്.